മണ്ണാർക്കാട് സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്ത യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിക്ക് 10 വർഷം കഠിന തടവും 95,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഗോവിന്ദാപുരം ചെമ്പണാപതി വടക്കേ ഗ്രാമത്തിൽ പാർത്ഥിബനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് വിധി. കൊല്ലങ്കോട് ചീക്കണാമ്പാറ തെക്കേപ്പാവടി മൊയ്തീനെയാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷിച്ചത്. ഗോവിന്ദാപുരം ചെമ്മണാപതി വടക്കേ ഗ്രാമത്തിൽ പാർത്ഥിബനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിലാണ് വിധി. 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവും 70,000 രൂപ പിഴയും. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. 324 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും 341 വകുപ്പ് പ്രകാരം 1 മാസം തടവുമാണ് വിധിച്ചത്. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. മൊയ്തീൻ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽക്കുന്നത് പാർത്ഥിബൻ ചോദ്യം ചെയ്തിരുന്നു. ഈ വിരോധം മൂലം പാർത്ഥിബനെ വീടിന് സമീപം തടഞ്ഞു നിർത്തി വാളുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചെന്നാണ് കേസ്. ഇയാൾ നിരവധി കേസുകളിലും പ്രതിയാണ്. അന്നത്തെ ആലത്തൂർ ഡിവൈഎസ്പി KM ദേവസ്യ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. പിഴത്തുകയിൽ നിന്ന് 50,000 രൂപ ഇരക്കി നൽകാനും കോടതി ഉത്തരവിട്ടു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P. ജയൻ ഹാജരായി. ഇതുപോലുള്ള കാര്യങ്ങൾ കുട്ടികളിൽ നൽകുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഇത് ഇത്രമാത്രം ഈ ഹീനമായ ഒരു വെട്ടിപ്പരിക്കേൽപ്പിക്കലിലാണ് അവസാനിച്ചത്. അപ്പോ യാതൊരു ദയാദാക്ഷിണ്യം ഈ പ്രതി അർഹിക്കുന്നില്ല എന്നാണ് കോടതി ജഡ്ജ്മെന്റിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിൽ 307 IPC പ്രകാരം പ്രതിക്ക് 10 വർഷം കഠിന തടവും 70,000 രൂപ പിഴയുമാണ് വിധിച്ചത്. അതുപോലെ 324 IPC പ്രകാരം 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ ഈ പ്രതി പരിക്കുപറ്റിയാളെ തടഞ്ഞു നിർത്തി എന്ന 341 IPC വകുപ്പ് പ്രകാരം 1 മാസത്തെ സിമ്പിൾ ഇംപ്രിസൺമെന്റിന് കോടതി പ്രതിയെ ശിക്ഷിച്ചിട്ടുണ്ട്. ഈ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. തന്നെ മാത്രമല്ല ഈ പ്രതി നിരവധി കേസുകളിലെ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നിരവധി കേസുകളിലെ ഒരു കുറ്റവാളിയാണ്. CCN മണ്ണാർക്കാട്.